आज हमारे संबंधों में एक ऐतिहासिक दिवस है। मुझे प्रसन्नता है कि कई वर्षों की मेहनत के बाद दोनों देशों के बीच कॉम्प्रिहेंसिव इकोनॉमिक एंड ट्रेड एग्रीमेंट संपन्न हुआ है। दो लोकतांत्रिक देशों और विश्व की दो बड़ी इकोनॉमीज के बीच हुए यह समझौते वैश्विक स्थिरता और समृद्धि को भी बल देंगे। നമസ്കാരം. സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ട് ഇന്ത്യയും യുകെയും 2030ഓടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $12,000 കോടി വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് കരാർ. 99% ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഒഴിവാകും. സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും പുതിയ മാർഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കരാർ ഇന്ത്യയിലെ യുവാക്കൾക്കും കർഷകർക്കും ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുകെ സന്ദർശനത്തിനിടെയാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ചരിത്രപരമായ ദിവസമെന്നും ഏറെ നാളത്തെ പ്രയത്നമാണ് ഫലം കണ്ടതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടപ്പോൾ ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്ന കരാറെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വിശേഷിപ്പിച്ചത്. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. വ്യാപാര കരാറിലെ നേട്ടങ്ങൾ എന്തൊക്കെ? എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ നിർമ്മൽ എബ്രഹാം, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ ബൈജു തിട്ടാല, കേംബ്രിഡ്ജ് മുൻ മേയർ, ശ്രീ വേണുഗോപാൽ, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ എം ഷിനാസ്, അധ്യാപകനും വിദേശകാര്യ വിദഗ്ധനുമാണ്. ഇത്രയും പേരെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആദ്യം ശ്രീ വേണുഗോപാൽ, ഏറെ പ്രതീക്ഷകളോടുകൂടിയാണ് ഈ ദിനം കടന്നുപോകുന്നത്. വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇന്ത്യയുടെ 99% ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ ഒഴിവാക്കുന്നതാണ്. കർഷകർക്കും യുവാക്കൾക്കുമൊക്കെ ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറാണ്. അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കരാറായിരിക്കും. എങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഏറെയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ US-ഉമായിട്ട് 5 റൗണ്ട് ചർച്ച നടത്തിയിട്ടും ഒരു വ്യാപാര കരാറിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ട്രംപിൻ്റെ കുറേ കടുംപിടുത്തങ്ങളുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ നമുക്കൊരു റിലീഫാണ് UK-യുമായിട്ട് നമ്മളിപ്പോൾ നടത്തിയിരിക്കുന്ന ഈ കരാർ. ശരിക്കും പറഞ്ഞാൽ US-ന് ഒരു ചെറിയ ഒരു കൊട്ട് നമ്മൾ കൊടുത്തതുപോലെയാണ്. ഈ ഇത്തരത്തിൽ നമുക്ക് പല രാജ്യങ്ങളുമായിട്ടും കരാറിൽ ഏർപ്പെടാൻ കഴിയും എന്ന് തെളിയിക്കുന്ന ഒരു കരാർ കൂടിയാണ് ഇപ്പോൾ UK-യും ഇന്ത്യയും തമ്മിൽ നടത്തിയിരിക്കുന്നത്. അത് കൃഷ്ണാമറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും UK-യുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഒരു ഫ്രീ ട്രേഡ് ഇന്ത്യയെ പോലൊരു വലിയ രാജ്യം എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം എന്ന നിലയിൽ ഇന്ത്യയിലേക്ക് വ്യാപാരം വികസിപ്പിക്കാൻ എല്ലാ രാഷ്ട്രങ്ങളും വളരെ പ്രതിജ്ഞാബദ്ധമാണ്, താല്പര്യം കാണിക്കുകയാണ്. ചൈന മുതൽ അമേരിക്ക വരെ എല്ലാ രാജ്യങ്ങളും താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിലും നമ്മളോട് ഒരു കീഴാളൻ സമീപനം ചില സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് ടാരിഫിൻ്റെ കാര്യത്തിൽ US-ഉം ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫ്രീ ട്രേഡിനുള്ള, ഒരു ബൈലാറ്ററൽ ഫ്രീ ട്രേഡിനുള്ള ഒരു ചാൻസ്, അത് WTO-യുടെ നോംസ് അനുസരിച്ച് ഉള്ള ആ ഒരു ഫ്രീ ട്രേഡ് ചാൻസ് എന്ന് പറയുന്നത് നമുക്ക് വലിയ അസറ്റാണ്. ഏതാണ്ട് $23 ദശലക്ഷം ട്രേഡ് കരാർ തന്നെ ഇതിനകത്ത് ലഭിക്കും. അതുപോലെ തന്നെ ഒരു റഫ് എസ്റ്റിമേറ്റാണ്, കാരണം ഇതിൻ്റെയൊക്കെ ഡെപ്തിലേക്ക് നമ്മൾ ഇനിയും പോകാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും ഒരു ഏകദേശ കണക്ക് അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ ഒരു 37 ദശലക്ഷം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ കർഷകർക്കും ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പുതിയ വ്യവസായ സംരംഭകർക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. ഇതൊക്കെ സാധാരണഗതിയിൽ ഒരു ട്രേഡിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത് പലപ്പോഴും പല രാഷ്ട്രങ്ങളും അത്ര ഈസി ആയിട്ട് സമ്മതിക്കാറില്ല. അതുമാത്രമല്ല, ഇന്ത്യയുടെ ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ സാർക്ക് കൺട്രീസ് അല്ലെങ്കിൽ ഏഷ്യയിലെ രാജ്യങ്ങളൊക്കെ മാത്രമായിട്ടാണ്, കൂടിയത് നമ്മൾ ജപ്പാനുമായിട്ടാണ് അങ്ങനെ ഒരു കരാറൊക്കെ പലതിലും നടത്തിയിട്ടുള്ളത്. അതായത് തുറന്ന ഹൃദയബന്ധമുള്ള രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഫ്രീ ട്രേഡുകൾ സാധ്യമാകൂ. അപ്പോൾ നമുക്ക് യൂറോപ്പിലേക്കുള്ളൊരു ഓപ്പണിംഗ് ആണ് ഈ ഫ്രീ ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലെ നേട്ടങ്ങളെക്കാൾ ഉപരി ഇനി നമുക്ക് യൂറോപ്പിലെ മാർക്കറ്റുകൾ പലതിലേക്കും കടന്നു കയറാൻ ഇതൊരു ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഇതൊരു ചൂണ്ടുപലകയാണ്. UK എന്ന് പറയുന്ന ഒരു രാഷ്ട്രം യൂറോപ്പിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഒരു ബ്രിക്സിറ്റ് അറിയാമല്ലോ, ബ്രിട്ടനിലെ ആ ഒരു
യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അവർ വിട്ടുനിന്ന് സ്വന്തമായ ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിന് മായിട്ട് നമുക്കൊരു കരാറുണ്ടാക്കാൻ കഴിയുക. അപ്പോൾ അത് യൂറോപ്പിലെ പല രാഷ്ട്രങ്ങൾക്കും അതൊരു പ്രചോദനമാകും. അതോടൊപ്പം തന്നെ US-ന് ഒരു ചൂണ്ടുപലകയാണ്. ഇന്ത്യയെ നിങ്ങൾക്ക് ഈ 5 റൗണ്ട് ചർച്ച നടന്നിട്ടും ഒന്നും എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ മേൽ കൂടുതൽ തീരുവ ചുമത്തുന്ന ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോയാൽ ഇന്ത്യക്ക് ഒരുപാട് മാർക്കറ്റുകളുണ്ട്. ആ മാർക്കറ്റുകൾ നമ്മൾ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് നമുക്ക് ഈ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ അത് നമ്മുടെ ഈ ടെമ്പററി ആയിട്ടൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒഴിവാക്കി കിട്ടും എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. UK സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. മറ്റു പല രാഷ്ട്രങ്ങൾക്കും ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ എത്താൻ നമുക്ക് അവർക്ക് പ്രേരണ നൽകുന്ന ഒരു ഘടകം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് സാധാരണഗതിയിൽ ഒരു 4800 US പൗണ്ടിലൊക്കെ കൂടുതൽ സാലറി ഉള്ളവർക്ക് വലിയ എമൗണ്ടാണ് വരിക. 14%, 13%, 14% വരെ അവർക്ക് അവരുടെ ഇൻകത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അതിന് താഴെയുള്ളവർക്കും അതിൻ്റെ കൺസിഡറബിൾ ആയിട്ടുള്ള ലോസ് വരുന്നതാണ് ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും അവർ അവിടെ വിട്ട് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അവർക്കതിൻ്റെ യാതൊരു ബെനിഫിറ്റും കിട്ടാതെ വരും. ഈ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ബെനിഫിറ്റ്, അതായത് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ചികിത്സ അല്ലെങ്കിൽ പെൻഷൻ, ഈ വക സാധനങ്ങളൊന്നും കിട്ടാതെ വരും. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് അവിടെ പോകുന്ന ടെമ്പററി എംപ്ലോയീസിന് ഈ ഒരു കോൺട്രിബ്യൂഷൻ ഒഴിവാക്കി എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, കുറച്ച് കാലത്തേക്ക് അവിടെ പണിയെടുക്കാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. ആ പണം ഏതാണ്ട് നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പോലെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ത്യൻ കോൺട്രിബ്യൂഷനിലേക്ക് നമ്മൾ കൊടുത്താൽ മതി. അവിടുത്തെ UK-യിലെ കോൺട്രിബ്യൂഷനിലേക്ക് കൊടുക്കണ്ട എന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റും കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് യൂറോപ്പിൽ ഭയങ്കര എതിർപ്പുണ്ട്, ബ്രിട്ടനിൽ ഭയങ്കര എതിർപ്പുണ്ട്. കാരണം ഇത് അവരുടെ ആ കോൺട്രിബ്യൂഷനിൽ ഒരുപാട് കുറവ് വരും എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നുണ്ടെങ്കിലും അവരുടെ പ്രധാനമന്ത്രി കീർ സ്റ്റാമർ പറഞ്ഞത് അങ്ങനെയല്ല, ഇതുകൊണ്ട് നമുക്കും നേട്ടങ്ങളുണ്ട് അവർക്കും നേട്ടങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിൽ ഇത് രണ്ടു കൂട്ടർക്കും മെച്ചപ്പെട്ട ഒരു കരാർ തന്നെയാണ്. തീർച്ചയായും ഏതാണ്ട് 4000 കോടിയുടെ പിരിവ് അല്ലെങ്കിൽ വരുമാനമാണ് അതുവഴി മാത്രം നഷ്ടപ്പെടുന്നത്. ഇന്ത്യൻ പ്രൊഫഷണലുകളെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ ജോലി സാധ്യതകൾ അവിടെ ലഭ്യമാകുന്നു എന്ന വലിയൊരു ആനുകൂല്യം കൂടി നിൽക്കുന്നു. ശ്രീ വേണുഗോപാൽ, ഇവിടെ ഇപ്പോൾ ബ്രിട്ടൻ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ദ ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് എക്കണോമിക്കലി സിഗ്നിഫിക്കന്റ് ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് എന്നാണ്. പീയൂഷ് ഗോയൽ അതുപോലെ തന്നെ ഇത് വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. എക്സിറ്റിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഒരു കരാറാണ് ബ്രിട്ടനെ സംബന്ധിച്ച് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എത്രമാത്രം പ്രധാനമാണോ ഈ കരാർ, അത്രമാത്രം തന്നെ ബ്രിട്ടനും പ്രധാനപ്പെട്ട ഒരു എഗ്രിമെന്റായി ഇത് മാറുകയാണ്. തീർച്ചയായിട്ടും. കാരണം ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളവും ഈ സാമ്പത്തികമായ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ അവർക്ക് കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളറിയാം, ഇടയ്ക്കിടയ്ക്ക് പ്രധാനമന്ത്രിമാർ അവിടെ മാറുന്നതിൻ്റെ തന്നെ കാരണവും ഇതൊക്കെയാണ്. അവിടെ ആ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താൻ പലപ്പോഴും അവിടുത്തെ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. എക്കണോമിക്കലി അവർ വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രമായിരുന്ന UK ഇന്ന് പല വിധത്തിലും അവർ വളരെ അധപതനത്തിൻ്റെ ഒരു വക്കിലായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവർ ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഈ ട്രേഡിൽ അവർ ഉദ്ദേശിക്കുന്ന ഹിസ്റ്റോറിക്കലി പിന്നെ നമ്മുടെ കൾച്ചറലി ഒക്കെ നമ്മൾ ഒരുപാട് കാലത്തെ ബന്ധമുള്ളവരാണ്. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പലതും സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇന്ത്യയുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പിലാണ് അവർ ഏറ്റവും കൂടുതൽ ലോകശക്തിയാകുന്നതിന് പിന്നെ അവർക്ക് കഴിഞ്ഞിട്ടുള്ളത്. അത് ചൂഷണത്തിലൂടെ ആയിരുന്നു അന്നെങ്കിൽ ഇന്ന് പരസ്പര ബഹുമാനത്തിലൂടെ പരസ്പരമായ ഉള്ള ഒരു ട്രേഡ് എഗ്രിമെൻറ്റിലൂടെ, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിലൂടെ രണ്ടു കൂട്ടർക്കും ഗുണം വരുന്ന വിധത്തിലുള്ള ഒരു ട്രേഡ് എഗ്രിമെൻറ്റിലൂടെ നമുക്കത് സാധ്യമായാൽ അതൊരു പക്ഷേ വലിയ ഒരു നേട്ടം തന്നെയായിരിക്കും. ഇത് യൂറോപ്പിലേക്കുള്ള ഒരു കവാടമായിട്ട് ഈ ട്രേഡ് എഗ്രിമെൻറ്റിനെ കാണേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇതിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഏതാണ്ട് 99% വസ്തുക്കളുടെയും തീരുവ ഇളവ് ഉറപ്പാക്കുകയാണ് ഈ കരാർ വഴി. അതേപോലെ തന്നെ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന 90 ഇനങ്ങൾക്കുള്ള നികുതി ഇളവുകൾ കൂടി ഈ കരാറിന്റെ ഭാഗമാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾക്ക് ആശങ്കയുണ്ടാവുക, ഇങ്ങോട്ടേക്ക് ഇറക്കുമതിക്കുള്ള തീരുവ കുറയ്ക്കുമ്പോൾ ഇവിടുത്തെ കർഷകരെ, ഇവിടുത്തെ വ്യാപാര മേഖലകളിൽ ഇടപെടുന്നവരെ അത് എങ്ങനെ ബാധിക്കും എന്നതാണ്.
അതിൽ പീയൂഷ് ഗോയൽ നൽകുന്ന ഉറപ്പ് 44% വരുന്ന കർഷകരെയാകും ഈ കരാർ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക എന്നതാണ്. കാരണം ആ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ തീരുവ കുറയുന്നത് വലിയ രീതിയിലുള്ള കയറ്റുമതിക്ക് ഇട നൽകും. മാത്രവുമല്ല, ഇവിടുത്തെ കർഷകരെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇന്ത്യ ഇളവ് നൽകിയിട്ടില്ല എന്ന ഒരു കാര്യം കൂടിയാണ്. എത്രമാത്രം യാഥാർത്ഥ്യമാണത്? ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടുള്ളൊരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ്. പക്ഷെ ഇന്ത്യക്ക് തീർച്ചയായിട്ടും നമ്മൾ അളന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ UK-യെക്കാളും ഇത് ബെനിഫിറ്റ് ചെയ്യുന്ന ഇന്ത്യ തന്നെയാണ് എന്ന് പറയാം. പക്ഷെ ഇതിൻ്റെ അകത്തൊരു വലിയ ഇമ്പാക്ട് ഇപ്പൊ ഈ ആളുകൾ പറയുന്ന പോലെ അല്ലെ ഇവൻ ഗവൺമെന്റ് പറയുന്ന പോലെ ഒരു ഭയങ്കരമായ ഇമ്പാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലോങ്ങർ പിക്ചറിൽ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം ഇന്ത്യ എയിം ചെയ്യേണ്ടത് UK-യുമായിട്ടുള്ളൊരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് അല്ല. ഇന്ത്യ എയിം ചെയ്യേണ്ടത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അത് എനിക്കൊന്ന് 10 വർഷത്തിലേറെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. 2021 കോവിഡിന് ശേഷം റെസ്യൂം ചെയ്തെങ്കിൽ ഇതുവരെ അത് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അത് ചോദിച്ച സ്പെസിഫിക് ചോദ്യത്തിന് മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ തുണിത്തരങ്ങളായിക്കോട്ടെ, ഫുട്വെയർ ആയിക്കോട്ടെ, അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ടാരിഫ് എടുത്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഗുഡ്സ് UK ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഡിമാൻഡ് വർദ്ധിക്കും. അങ്ങനെ ഡിമാൻഡ് വർദ്ധിച്ചാൽ സപ്ലൈ കൂട്ടേണ്ടി വരും. സപ്ലൈ കൂട്ടാനായിട്ട് മാനുഫാക്ചറിങ് കൂട്ടേണ്ടി വരും. മാനുഫാക്ചറിങ് കൂട്ടാനായിട്ട് കൂടുതൽ ആളുകളെ എംപ്ലോയ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ മാനുഫാക്ചേഴ്സിന് എടുത്ത് സോഴ്സ് ചെയ്യേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നാട്ടിലുള്ള അഗ്രികൾച്ചറലിസ്റ്റുകളെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എംപ്ലോയിഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ബെനിഫിറ്റ് ചെയ്യും എന്നുള്ള സംശയമില്ല. പക്ഷെ ഒരു വലിയ പിക്ചറാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ട്രേഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? USA ഉണ്ട്, ചൈനയുണ്ട്, UAE ഉണ്ട്, സൗദി ഉണ്ട്, യൂറോപ്യൻ യൂണിയൻ ഉണ്ട്. അതിലൊക്കെ വെച്ച് നമ്മൾ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ UK-യുമായിട്ടുള്ള ഇന്ത്യയുടെ ട്രേഡ് 2% താഴെയാണ് മൊത്തം പ്രൊപ്പോർഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. സോ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഇമ്പാക്ട് എത്രമാത്രം പറയത്തക്ക രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് സംശയം. രണ്ടാമത്തെ പക്ഷേ ഇന്ത്യക്ക് ഗുണമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ട്രംപുമായിട്ട് ഇപ്പോഴും ഡിസ്കഷൻ നടക്കാനിരിക്കെ ചൈന പോലുള്ള എനിമി അടുത്ത് നിൽക്കുക. ഇപ്പൊ നമുക്കൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 വലിയ ട്രേഡിംഗ് പാർട്ട്നേഴ്സിന്റെ ഇഷ്യൂ ഉണ്ട്. ഒന്ന് US, 2 ചൈനയും. US അല്ലെങ്കിൽ ട്രംപ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. ചൈന എന്ന് പറയുന്നത് അൺട്രസ്റ്റബിൾ ആണ്, വിശ്വസിക്കാൻ പറ്റത്തില്ല, അല്ലെ അൺട്രസ്റ്റ് വർത്തിയാന്ന് വേണം പറയാം. സോ അങ്ങനെയുള്ള 2 കൂട്ടർക്കിടെ നമ്മളിങ്ങനെ ഭയന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ ട്രേഡിൽ ഞെരുക്കം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ UK-യിലോട്ട് ആ പ്രോഡക്ട്സ് കയറ്റി അയക്കാം എന്നൊരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. കാരണം വെച്ചാൽ അവിടെ ഡിമാൻഡ് കൂടുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ പുതിയതായിട്ട് മാനുഫാക്ചർ ചെയ്യാതെ US-ലോട്ട് അയക്കുന്ന ഗുഡ്സ് ഒക്കെ വേണമെങ്കിൽ തിരിച്ച് UK-യിലോട്ട് വിടാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അങ്ങനെ ഒരു റിസ്ക് US-ഉം ചൈനയുമായിട്ടുള്ള റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് ഇത് യൂസ്ഫുൾ ആകും. പക്ഷെ ലോങ്ങർ പിക്ചറിൽ യൂറോപ്യൻ യൂണിയനുമായിട്ടാണ് ഇന്ത്യ എയിം ചെയ്യേണ്ടത്. കാരണം അവിടെ ജർമ്മനിയും ഫ്രാൻസും ഇറ്റലിയും പോലുള്ള വലിയ രാജ്യങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് ഡീല് കൈക്കലാക്കാൻ പറ്റിയ വലിയൊരു മാർക്കറ്റാണ് കിട്ടുക. ഇനി ഇന്ത്യക്കുള്ളൊരു ഗുണം ഏത് ട്രേഡ് ഡീൽ, ഇനിയിപ്പം മുന്നോട്ട് ട്രേഡ് ഡീലുകളുടെ കാലമാണ്, അതിന് കൊളുത്തിവിട്ടത് ട്രംപ് ആണെന്ന് വേണേൽ പറയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ഡീലുകൾ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്തെടുക്കാൻ നോക്കുകയാണ്. അപ്പൊ ഇന്ത്യക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ചുറ്റും നോക്കിയാൽ ഇപ്പൊ ക്രിക്കറ്റോ അല്ലെങ്കിൽ ഏത് ഗെയിം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പരസ്യക്കാർക്ക് വേണ്ടത് ഇന്ത്യയാണ്, അല്ലെ അവർ അനുകൂലിക്കുന്ന ഇന്ത്യയാണ്. ഏത് കോണ്ടന്റ് ക്രിയേറ്റർ, യൂട്യൂബേഴ്സ് പോലും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള കോണ്ടന്റ് ഉണ്ടാക്കുന്നു. മ്യൂസിക് ആർട്ടിസ്റ്റുകൾ ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ നോക്കുന്നു. സിനിമ ഫീൽഡിലുള്ളവർ പോലും ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ നോക്കുന്നു. അതിനൊക്കെ കാരണം നമ്മുടെ ഓഡിയൻസ് ആണ്. നമുക്ക് ഏകദേശം 145 കോടിയോളം വരുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും വലിയൊരു മാർക്കറ്റാണ്. ആ ഒരു അഡ്വാൻറ്റേജ്, ആ ഒരു ഇൻഹെറന്റ് അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നെഗോഷിയേഷനിൽ നമുക്കത് ഗുണകരമാണ്. ഇപ്പൊ നടന്നത് ഞാൻ പറഞ്ഞ വലിയ രീതിയിൽ അല്ലെങ്കിലും ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നു. നെഗോഷിയേഷൻ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല US-ഉമായിട്ടുള്ള ട്രേഡ് അഗ്രിമെന്റ്. അങ്ങനെ നിൽക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ആശ്വാസമാണ് UK-യുമായിട്ടുള്ള ട്രേഡ് അഗ്രിമെന്റ്. പക്ഷെ ഇതല്ല നമ്മുടെ അൾട്ടിമേറ്റ്. നമ്മൾ എത്രയും പെട്ടെന്ന് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡ് ഡീൽ ക്ലോസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അതിന് പക്ഷേ കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ മറ്റ് സ്ഥലങ്ങൾ പോലുള്ള കുറെ കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് അവർ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ, ഒന്ന് എൻവയോൺമെന്റൽ ആയിട്ടുള്ള നോംസ് ഇന്ത്യ പാലിക്കണമെന്ന് പറയുന്നു. ഇന്ത്യക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇവിടുത്തെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് നമുക്കറിയാം. പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന കേസിൽ ഇന്ത്യക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അല്ലെങ്കിൽ ഗ്രീൻ ഇനിഷ്യേറ്റീവ്സിലോട്ട് ഇന്ത്യ പരാജയപ്പെട്ട് കുറച്ച് പുറകെ നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് യൂറോപ്യൻ യൂണിയനുമായിട്ടൊരു ഡീലിൽ എത്താൻ സാധിക്കാതെ നമുക്ക് നിൽക്കുന്ന ചില ഘടകങ്ങൾ. അതൊക്കെ ഓവർകം ചെയ്ത് ഹോപ്പ്ഫുള്ളി അടുത്ത വർഷത്തേക്ക് നമുക്ക് യൂറോപ്യൻ യൂണിയനുമായിട്ട് ട്രേഡ് ഡീൽ വന്നു കഴിഞ്ഞാൽ പീയൂഷ് ഗോയൽ പറയുന്ന പോലെ വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് കാണാം. ഇതിനെ വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് കാണേണ്ടതില്ല, ചെറിയൊരു ആശ്വാസമായിട്ട് കാണാം. ശരി, ആശ്വാസം എന്നതാണ്. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡ് എഗ്രിമെന്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എന്നത് സൂചിപ്പിക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ AM ഷിനാസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ AM ഷിനാസ്, ഇത് ഈ ട്രേഡ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച
ഗുഡ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രേഡിൽ മാത്രം ഒതുങ്ങുന്ന ഒരു എഗ്രിമെൻ്റ് അല്ല. കമ്മിറ്റ്മെന്റ് ഓൺ സർവീസസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ ഉണ്ട്, ലേബർ മൊബിലിറ്റി ഉണ്ട്, പബ്ലിക് പ്രൊക്യൂർമെന്റ് ഉണ്ട്, കോപ്പറേഷൻ ഓൺ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ്, അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിലെ ഒരുമിച്ച് പോകാനുള്ള ഒരു തീരുമാനം കൂടിയാണ് ഇത് ഈ കരാറിന്റെ ഭാഗമായി ഉടലെടുക്കുന്നത്. മാത്രവുമല്ല, ഇന്ന് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ടെററിസത്തിനെതിരായിട്ടുള്ള ഒരു യോജിച്ച പോരാട്ടത്തിനും ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ധാരണയുണ്ടായിട്ടുണ്ട്. ഉഭയകക്ഷി ബന്ധം വലിയ രീതിയിൽ ശക്തിപ്പെടുത്താനുള്ള ധാരണ, അങ്ങനെ ഒക്കെയുള്ള കരാറിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ട്രേഡ് കരാർ ഒരു യാഥാർത്ഥ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെസ്റ്റേൺ എക്കണോമിയുമായിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഡീൽ ഇന്ത്യ സാധ്യമാക്കുന്നു എന്ന നിലയിൽ നമ്മൾ ഇതിനെ കാണണമോ? ശ്രീ നിർമ്മൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ട്രംപിന്റെ അൺപ്രഡിക്റ്റബിൾ ആണ് ട്രംപിന്റെ പ്രവചനാതീതമായ സ്വഭാവം. അദ്ദേഹം ട്രേഡിനെയാണ് ആയുധമാക്കുന്നത്. ചൈനയുടെ അസർട്ടീവ്നെസ്, ഇതിന് രണ്ടിനും ഇടയിൽ പെടുമ്പോൾ ഇന്ത്യക്ക് ഒരു വലിയ ചരിത്രപ്രധാനമായ ഒരു ഡീൽ എന്ന് പറഞ്ഞുകൂടെങ്കിലും ഇന്ത്യക്ക് ആശ്വാസമാണ്. അതേസമയം തന്നെ ബ്രിട്ടന്റെ കാര്യം നമ്മൾ നോക്കണം. ബ്രിട്ടൻ ഈ സ്റ്റാമറിന്റെ കീഴിലുള്ള ഇപ്പോഴത്തെ ബ്രിട്ടൻ എന്ന് പറഞ്ഞ സ്റ്റാഗ്നേറ്റിംഗ് ഇക്കോണമിയാണ്. അതിനെ എങ്ങനെ ഏതെങ്കിലും വിധത്തിൽ റിവൈവ് ചെയ്യുക എന്നുള്ളതാണ് ബ്രിട്ടൻ ഭരിക്കുന്ന UK ഭരിക്കുന്ന ഏത് പ്രധാനമന്ത്രിയുടെയും ലക്ഷ്യം. ഇപ്പൊ ബോറിസ് ജോൺസൺ ആവട്ടെ, സ്റ്റാമർ ആവട്ടെ, അപ്പോൾ വളരെ സ്റ്റാഗ്നേറ്റിംഗ് ആണ്. അപ്പം ഞാൻ ഓർക്കുന്നത് 1997 ഇന്ത്യയുടെ 50ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്ത് രാജ്ഞി ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് അത് ഒരു ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു സന്ദർശനമായി മാറേണ്ടതായിരുന്നു. പക്ഷെ അന്ന് എന്ത് സംഭവിച്ചു? അന്ന് ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന റോബിൻ കുക്ക് കാശ്മീർ പ്രശ്നം, ഇന്ത്യ പാക് ബന്ധം ഒക്കെ എടുത്തിട്ട് പ്രശ്നം കലുഷിതമാക്കി, ഇന്ത്യയെ ചൊടിപ്പിച്ചു, അരോചകമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി. ആ സമയത്താണ് ഐക്യ ഗുജറാളിനെ ബ്രിട്ടനെ തേർഡ് റേറ്റ് പവർ എന്ന് പരിഹസിച്ച് നിന്ദിച്ച് പറയേണ്ടി വന്നത്. 1997 മുതൽ 2010 വരെ ബ്രിട്ടൻ ഭരിച്ച ലേബർ ഗവൺമെന്റിന്റെ കാലത്തൊന്നും ഈ ഇത്തരത്തിലുള്ള ഇന്ത്യ ബ്രിട്ടൻ വ്യാപാര ബന്ധത്തിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ള തിരിച്ചടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അന്ന് തേർഡ് റേറ്റ് എന്ന് പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് 90-കളുടെ മധ്യത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും റഷ്യയുടെയും GDP കൂട്ടിച്ചേർത്താൽ ഉള്ളതിനേക്കാൾ അധികം GDP ഉണ്ടായിരുന്ന രാജ്യമാണ് ബ്രിട്ടൻ. ഇന്ന് ബ്രിട്ടൻ ലോകത്തെ 6ാമത്തെ സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യയെ പോലെ തന്നെ ബ്രിട്ടനും ഒരു മിഡിൽ പവറാണ്. അവരുടെ ഇക്കോണമി, സമ്പദ് വ്യവസ്ഥ സ്റ്റാഗ്നേറ്റിംഗ്, വളരെ പരീക്ഷീണമായ അവസ്ഥയിലാണ്. അതിനെ എങ്ങനെയെങ്കിലും റിവൈവ് ചെയ്തെടുക്കാൻ ഇന്ത്യ അടക്കമുള്ള ഏത് രാഷ്ട്രങ്ങളുമായും അത്തരത്തിലുള്ള ഇളവുകൾ നൽകിയുള്ള ട്രേഡ് ഡീൽ, വ്യാപാര കരാർ ഉണ്ടാക്കുക അവരുടെയും ഇതാണ്. അതിനു മുമ്പൊക്കെ 90കളിൽ പോലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം തൊട്ട് 90കൾ ഏതാണ്ട് 21ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയെ ബ്രിട്ടൻ കണ്ടിരുന്നത് ഒരു കൊളോണിയൽ കണ്ണാടിയിലൂടെയാണ്. അപ്പോ ആ രീതിയിലുള്ളൊരു കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യക്കും ഉണ്ടായിരുന്നു. വിഭജനം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പിന്നെ ഡീകോളനൈസേഷനുമായി ബന്ധപ്പെട്ട കാവോസ്, അപകോളനീകരണത്തിന്റെ, അതുപോലെ ശീതയുദ്ധത്തിൽ 2 ധ്രുവം, അങ്ങനെയൊക്കെ ആ കാലം 20ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനുമായി കാര്യമായ ബന്ധം ഉണ്ടാക്കാൻ പറ്റിയില്ല. 90കളുടെ തുടക്കത്തിൽ പ്രഥമാർത്ഥത്തിൽ ജോൺ മേജർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇന്ത്യയുടെ ഇക്കണോമിക് ലിബറലൈസേഷൻ, ധാരവൽക്കരണത്തെയൊക്കെ വളരെ പുകഴ്ത്തുകയുണ്ടായി. എന്നിട്ട് പോലും ഇത്തരമൊരു കരാറിൽ അന്നോ 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലോ ഒന്നും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ കരാർ എത്രമാത്രം തുല്യ നിലവാരത്തിൽ തുല്യതയുള്ളതാണ്, ഇരു രാജ്യങ്ങൾക്കും തുല്യ അളവിൽ ഗുണം ചെയ്യുന്നതാണ് എന്നതിനെ പറ്റി സാമ്പത്തിക വിദഗ്ധർക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പോൾ വന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഇറക്കുമതി, കയറ്റുമതി ചുങ്കം ഇരു രാജ്യങ്ങളും വലിയ തോതിൽ കുറച്ചിട്ടുണ്ട്, പൂജ്യമാക്കിയിട്ടുണ്ട് പലതും. അത് ഇന്ത്യക്ക് ഗുണം ചെയ്യാം, അവർക്കും ഗുണം ചെയ്യും. പക്ഷേ ഇറക്കുമതി തീരുവ കുറക്കാത്ത ക്ഷീരോൽപ്പന്ന മേഖലയ്ക്ക് ഇന്ത്യ കുറക്കാൻ സന്നദ്ധമായിട്ടില്ല എന്നാണ് വാർത്തകളിൽ നിന്ന് അറിയാൻ പറ്റിയത്. ഇത് പരസ്പര തുല്യതയുടെയും പരസ്പര ബഹുമാനത്തിന്റെയും തലത്തിൽ എത്രത്തോളം
ഇരു കൂട്ടർക്കും സമതുലിതമാണ് എന്നുള്ള കാര്യം വരാനിരിക്കുന്ന സംഭവവികാസങ്ങളിലൂടെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇത് ബ്രിട്ടന്റെ ഇന്നത്തെ പരീക്ഷണ അവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർ ഇത്തരം ഇളവുകൾക്ക് സന്നദ്ധമായി എന്ന് കരുതാൻ ആണ് കൂടുതൽ ന്യായം. അല്ലെങ്കിൽ പഴയ ബ്രിട്ടൻ ആണെങ്കിൽ ഇത്ര അധികം ഇത് ബ്രിട്ടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റവും ഗ്ലോബൽ ഇതിൽ ഹയർ എഡ്യൂക്കേഷൻ, സയന്റിഫിക് റിസർച്ച്, ടെക്നോളജി ഒക്കെ അവര് ഗ്ലോബൽ ഏറ്റവും ലോകത്ത് മുൻപന്തിയിലാണ്. അപ്പോൾ ഇപ്പം ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പാണ്. നമ്മൾ പേർത്തും ബ്രിട്ടീഷ് കൊളോണിയലിസത്തെ വിമർശിക്കുമെങ്കിലും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആരാധിച്ചു പോരുന്നതൊക്കെ ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല, ഒന്നാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം അവിടുത്തെ യൂണിവേഴ്സിറ്റികളെ ഇവിടേക്ക് ഇപ്പം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, വിദേശ സർവകലാശാലകൾ വരുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ യൂണിവേഴ്സിറ്റീസിനെ ഇവിടേക്ക് കൊണ്ടുവരാനും അതേ മട്ടിലുള്ള വിദ്യാഭ്യാസം നൽകാനും ചെലവ് കുറച്ച് ഒക്കെ നൽകാൻ ഉതകുന്ന മട്ടിൽ ഈ വ്യാപാര ബന്ധം വികസിക്കുമോ എന്ന് കണ്ടറിയാം. തീർച്ചയായും 5 യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ ക്യാമ്പസുകൾ തുടങ്ങും എന്നതുകൂടി ഇതിന്റെ ഭാഗമായി വരുന്ന വാർത്തയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ബൈജു തിട്ടാല കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ബൈജു തിട്ടാല, ഇതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ 3 പാനലിസ്റ്റുകളും സൂചിപ്പിച്ചു, ബ്രിട്ടന്റെ കൂടി ഒരു ആവശ്യം എന്ന നിലയിൽ വേണം നമ്മൾ ഈ കരാറിനെ കാണാൻ. കാരണം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം, എക്സിറ്റിന് ശേഷമുള്ള ഏറ്റവും സുപ്രധാന കരാറാണ് ബ്രിട്ടൻ ഇന്ത്യയുമായി ഒപ്പുവെക്കുന്നത്. യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള രാഷ്ട്രങ്ങളുമായി, അവിടെ സാമ്പത്തികമായി മുന്നോട്ട് വരുന്ന രാജ്യങ്ങളുമായി കരാർ എന്നത് ബ്രിട്ടന്റെ തന്നെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു. അതുകൊണ്ട് കുറച്ച് നഷ്ടങ്ങൾ സഹിച്ചും ഈ കരാർ യാഥാർത്ഥ്യമാക്കേണ്ടത് ആവശ്യമായി വരുന്നു. ഈ കരാർ ആഭ്യന്തരമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ അവിടെ? രേണുക, ഞാൻ ഇന്ത്യക്കാരനാണ്, ബ്രിട്ടീഷ് പൊളിറ്റീഷ്യനാണ്, ലേബർ പാർട്ടിയുടെ ഇവിടുത്തെ പാർട്ടിയുടെ പ്രവർത്തകനാണ്. അപ്പൊ ഞാനൊരു ഇതിന്റെ അകത്തുനിന്ന് മഴത്തുള്ളികൾക്കിടയിലൂടെ സംസാരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം എനിക്ക് അവിടെയും ബല ഇവിടെയും ബല, ഇതിന്റെ ഇടയ്ക്ക് നിന്നൊരു സേഫ് റൂട്ട് എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് ബ്രെക്സിറ്റ് അതിനുശേഷം ഈ രാജ്യത്തിന്റെ എക്കോണമി വല്ലാത്തൊരു ക്രൈസിസിലായിരുന്നു. ഇത് ഉണ്ടാകുമെന്ന് ബ്രെക്സിറ്റിന്റെ ഇലക്ഷൻ സമയത്ത് തന്നെ കൃത്യമായി പല രാഷ്ട്രീയ, പ്രത്യേകിച്ച് ഗോൾഡൻ ബ്രൗൺ ഒക്കെ കൃത്യമായി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്താണ്. പക്ഷെ എങ്ങനെയോ ബ്രെക്സിറ്റ് ജനങ്ങൾ റെഫറാണ്ടത്തിന് സപ്പോർട്ട് ചെയ്തു. ബ്രെക്സിറ്റിൽ നിന്ന്, യൂറോപ്പിൽ നിന്നും ബ്രിട്ടൻ പുറത്തു പോയി. പിന്നീട് കാണുന്നത് മുഴുവൻ ബ്രിട്ടനിൽ കാണുന്ന, അതിനോടുകൂടി തന്നെ അതിന്റെ സെക്കൻഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഈ കോവിഡിന്റെ ഇമ്പാക്റ്റ്, ഇതെല്ലാം കൂടി ആയപ്പം ബ്രിട്ടീഷ് എക്കോണമി ഏതാണ്ട് വല്ലാത്തൊരു ഒരു ക്രൈസിസ് സ്റ്റേജിലായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, അന്നത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഡൊമിനിക് റാബ് ഹൗസിൽ പറഞ്ഞതാണ്, വി വിൽ അട്രാക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം എനിവെയർ and we will do anything to attract business to anywhere from anything and from anywhere and we will attract investment from anywhere. അപ്പോൾ അന്നത് ഹൗസിൽ പറഞ്ഞതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് ഈ ഇന്റർനാഷണൽ ഈ വിദ്യാഭ്യാസ മേഖല കംപ്ലീറ്റ് കൃത്യമായി ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആ ഒരു ക്രൈസിസിൽ നിന്നും, പിന്നെ ആ ക്രൈസിസിൽ നിന്നും ഇതുവരെ ബ്രിട്ടീഷ് എക്കോണമി കര കയറിയിട്ടില്ല. അത് ഉടനെ ഒന്നും കര കയറുമെന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനുമല്ല ഞാൻ. അപ്പോൾ ഇതിന് സമയമെടുക്കും. ആ കോണ്ടെക്സ്റ്റിലാണ് വളരെ അൺപ്രഡിക്റ്റബിൾ ആയ, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ട്രംപ് അധികാരത്തിലേക്ക് വരുന്നത്. അപ്പം ഈ താരിഫ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ, താരിഫിൽ കംപ്ലീറ്റ് ഒരു അൺസ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്തപ്പോൾ, ഇവിടുന്ന് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ സ്റ്റാമറെ പോയി കാണുന്നത് കിങ് ചാൾസിന്റെ ഒരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയും വിഷയങ്ങളെ ഫേസ് ചെയ്യാൻ ബ്രിട്ടൻ എക്വിപ്ഡ് ആകാൻ വേണ്ടി, അതായത് ഈ വിഷയത്തെ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്ന് ലോകരാജ്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഓപ്പർച്യൂണിറ്റി ഓപ്പണായി കിടക്കുന്നത്, ഇന്ത്യയുമായ ഒരു ട്രേഡ് ഡീൽ. അത് സ്വാഭാവികമായും ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ബ്രിട്ടൻ മാത്രമല്ല ഹോൾ യൂറോപ്പ് ഈ എഗ്രിമെന്റിൽ നിന്നും മനസ്സിലാക്കുന്നത്, ഇത് ട്രംപിനൊരു മെസ്സേജാണ്. ഇഫ് യു ആർ ടു ബിഹേവ് ദ വേ യു ആർ ബിഹേവിംഗ്, വി ഹാവ് ടു എക്സ്പ്ലോർ അതർ അവന്യൂസ്. അതാണ് ഇതുകൊണ്ട് അവർ പറയാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. പിന്നെ മറ്റൊന്ന്, കൃത്യമായും ഈ രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമായി തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും സംശയമില്ല.
പക്ഷേ ഈ പറയുന്ന ഈ മാർക്കറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇമ്പാക്റ്റ് ഇതിനുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സംശയമുണ്ട്. കാരണം ഇതിലെ മൊത്തം ഈ കംപ്ലീറ്റ് എഗ്രിമെന്റിന്റെ ബ്ലൂ പ്രിന്റ് നമ്മളാരും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ചർച്ചകൾ ഞാൻ പലയിടത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇതിൽ ഇപ്പം നമുക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയാം. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇത് ഈ പറയുന്ന ഇതേ രീതിയിൽ തന്നെ ഇത് ഇംപ്ലിമെന്റ് ആയി ഇന്ത്യയിൽ എക്സ്പോർട്ട് മേഖലയിൽ എല്ലാം ഒരു ഹൈപ്പ് ഉണ്ടാകുകയാണ്. എക്സ്പോർട്ട് റവന്യൂ, എക്സ്പോർട്ട് ലെവൽ ഓഫ് എക്സ്പോർട്ട് കൂടുകയാണ്. അങ്ങനെ കൂടി വരുമ്പോൾ ഈ ചെറിയ നമ്മുടെ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ അവിടെയൊക്കെ ഉണ്ടാകാൻ പോകുന്ന തൊഴിലാളി ചൂഷണങ്ങൾ കൃത്യമായും ഇപ്പം ബ്രിട്ടനിലൊക്കെ പല എക്സ്പോർട്ട് ഈ ഗാർമെന്റ് എക്സ്പോർട്ട് ഫാക്ടറിയിലൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്, ഈ ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട് എങ്കിൽ ഒരു കാരണവശാലും ആ കമ്പനിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ ഇവിടുത്തെ മോഡേൺ സ്ലേവറി, അങ്ങനെയുള്ള ആ നിയമങ്ങളുമായി ഇന്ത്യ കമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലേബർ ലോസ് നമുക്ക് അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സംശയമുണ്ട്. സംശയം എന്നല്ല, നമുക്ക് ഇല്ല എന്നുള്ളതാണ് എൻ്റെ റീഡിങ്. ഞാൻ എംപ്ലോയ്മെന്റ് ലോ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ എത്ര എഫക്റ്റീവായി നമുക്കിത് യൂട്ടിലൈസ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഗുരുതരമായ സംശയങ്ങളുണ്ട്. കാരണം നമുക്ക് അതേ ഫുൾ ഫ്ലെഡ്ജിലായ ഇപ്പം കുറച്ച് മുമ്പേ ആരോ പറഞ്ഞ പോലെ നമ്മൾ ബ്രിട്ടന്റെ സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഏതാണ്ട് അന്ന് അവർ ഇട്ടേച്ച് പോകുന്ന എംപ്ലോയ്മെന്റ് ലോകളും എംപ്ലോയ്മെന്റ് റിലേഷൻസും ഒക്കെയാണ് നമ്മളിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതൊക്കെ പുതിയ പേരൊക്കെ മാറ്റി വരെ ഇട്ടിട്ടുണ്ട്. ഞാൻ മുഴുവൻ വായിച്ചു നോക്കിയതാ. എനിക്കതിനകത്തുനിന്ന് ഒരു ചേഞ്ച്, ഈ പറയുന്ന ഒരു സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ചേഞ്ച് ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ അട്രാക്ട് ചെയ്യും, അത് നമ്മൾ എങ്ങനെ ആ ഹഡൽ നമ്മൾ എങ്ങനെ ഓവർകം. പണ്ടത്തെ പോലെ ഒന്നുമല്ല, സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. എന്തെങ്കിലും ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷനോ ലേബർ എക്സ്പ്ലോയിറ്റേഷനോ ഉണ്ടായാൽ കൃത്യമായും നോട്ടീസ് ചെയ്യപ്പെടും. അപ്പോൾ അതിനെ അതേ രീതിയിൽ തന്നെ ടേക്ക് ഓൺ ചെയ്യാൻ, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ എക്സ്പോർട്ട് മേഖലയിൽ റെഗുലേഷൻ നിയമം വഴിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ ഇതിനകത്ത് കാണുന്നത്, എനിക്ക് ഒരു സംഭവം വളരെ കൺസേൺ ആയിട്ട് തോന്നിയത് ഇതിനകത്ത് ഈ റൂൾ ഓഫ് ഒറിജിൻ കൺസേൺ ആണ്. അതായത് പണ്ട് നമ്മളിപ്പം നമ്മുടെ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് രാജിന്റെ കാലത്ത് അവിടുന്ന് കോട്ടൺ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യും, അതിനെ ഇവിടെ അതിനെ മറ്റു പ്രോഡക്റ്റായി ഫൈനൽ പ്രോഡക്റ്റായി ഉണ്ടാക്കുകയും അതിനെ തിരിച്ച് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വിടുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ ഒരു അപകടം ഇതിനകത്തുണ്ട്. അതിന്റെ കാരണം ഇപ്പം ഈ ഒറിജിൻ കൺസേൺ എന്ന് പറയുന്നത് റൂൾ ഓഫ് ഒറിജിൻ. ഉദാഹരണമായിട്ട് ഇപ്പം ബ്രിട്ടനിലെ ഒരു കമ്പനി, ആ കമ്പനി തായ്ലാൻഡിലോ അല്ലെങ്കിൽ ഇപ്പം ചൈനയിലോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തെ ബൈ പ്രോഡക്റ്റ് വാങ്ങിക്കുകയും ആ സാധനം ഇവിടെ അസംബിൾ ചെയ്യുകയും ആ സാധനം ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുമെന്ന് എൻ്റെ ഇതുവരെയുള്ള റീഡിങ്ങിൽ എനിക്ക് മനസ്സിലായില്ല. പിന്നെ രണ്ടാമത്, ഇൻ പ്രിൻസിപ്പിൾ ബ്രിട്ടനിലെ ഒരു പൊളിറ്റീഷ്യനും ഈ പൊളിറ്റീഷ്യൻ വിട് ഒരു ഇമിഗ്രൻറ്റും ഈ 3 വർഷ റൂളിനെ എൻഡോഴ്സ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. 3 വർഷം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു കൺസേൺ, ഈ നാഷണൽ ഇൻഷുറൻസും അല്ലെ അതുപോലെയുള്ള ഈ നമ്മൾ സർചാർജ് കൊടുക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മെഡിക്കൽ കെയർ, ഈ വരുന്നയാളുടെ മെഡിക്കൽ കെയർ അല്ലെ എമർജൻസി കെയർ, അതെങ്ങനെ അഡ്രസ് ചെയ്യപ്പെടും എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. രണ്ടാമത് എന്നെ ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്ത് ബ്രിട്ടൻ ഞാനത് കഴിഞ്ഞ ദിവസം പാർട്ടിക്ക് തന്നെ പറഞ്ഞു, ബ്രിട്ടൻ being the bastion of civil liberties, and when we claim the legacy of Human Rights Act 1998, റൈറ്റ് ടു ഫാമിലി എന്ന് പറയുന്നത് ഇവിടെ ഈ രാജ്യത്ത് വർക്ക് ചെയ്യുന്ന ഒരാളുടെ മൗലിക അവകാശമാണ്. അപ്പോൾ ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരാൻ പറ്റില്ല, 3 വർഷം കഴിഞ്ഞാൽ ഇയാൾ തിരിച്ചു പോകണം. അപ്പോൾ അതിൻ്റെ അകത്തൊരു എൻ്റെ റീഡിങ് അത് ചലഞ്ച് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബ്രിട്ടനിൽ ലീഗലായി ചലഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രൊവിഷനാണ്. രണ്ടാമത്, ഇതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഇതിന് വേറെ ഇതിന്റെ ക്ലാസ് പ്രശ്നമുണ്ട്. എന്തെന്നറിയോ, ഈ ഇപ്പം ഇതിന് മുമ്പ് ഷിനാസ് പറഞ്ഞല്ലോ ഈ 97 ശേഷം, പക്ഷേ ഈ 97 ടോണി ബ്ലെയർ ആണ്. 97 ടോണി ബ്ലെയർ റെജീമില് ഈ NHS-ലേക്ക് സ്റ്റാഫിനെ കൊണ്ടുവരാൻ വേണ്ടി സർവീസ് സെക്ടർ വല്ലാതെ ലിബറലൈസ് ആക്കി. അങ്ങനെയൊക്കെ വന്നുപെട്ടാണ് എന്നെ പോലെയൊക്കെയുള്ള ആളുകൾ. അപ്പോൾ ആ സർവീസ് സെക്ടർ വളരെ ഓപ്പൺ ആക്കിയിരുന്നു. അപ്പൊ അതിൽ ഈ ആ സർവീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വരാം.
ഇപ്പം ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഇന്ത്യയിൽ ഇപ്പോൾ 145 കോടി ജനങ്ങളുണ്ട്. ഈ 145 കോടി ജനങ്ങളിൽ മിഡിൽ ക്ലാസ്, ഇലീറ്റ് ക്ലാസ് അല്ലെ അക്കാഡമിക് ക്ലാസ്, ആ ക്ലാസ്സിലുള്ളവർക്ക് മാത്രം വരാനുള്ള റൂട്ടായിട്ട് ഞാനിതിനെ കാണുന്നത്. കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാൻ മധ്യതിരുവിതാംകൂറിൽ നിന്ന് വന്നതാണ്, കോട്ടയക്കാരനാണ്. അപ്പൊ അവിടെയുള്ള ആ ഈ നേഴ്സിംഗ് സെക്ടറിൽ അല്ലെങ്കിൽ ഈ നേഴ്സായി വരുന്നയാൾ, റേഡിയോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ എക്സ്റേ ടെക്നീഷ്യൻസ്, അങ്ങനെയുള്ള ആളുകൾ വന്നുകൊണ്ട് അവർക്ക് കൃത്യമായ ഒരു ഓപ്പണിംഗ് ഇവിടെ ഉണ്ടായിരുന്നു. ആ റൂട്ടെ കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞു. അത് വെട്ടിക്കളഞ്ഞിട്ടാണ് ഈ 3 വർഷത്തെ ഈ 1800 അത് കൊണ്ടുവരുന്നത് ഷെഫ്, മ്യൂസീഷ്യൻ, യോഗ ഇൻസ്ട്രക്ടേഴ്സ് ഒക്കെയാണ്. അപ്പൊ എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് പ്രൊഫഷണൽസിലുള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതർവൈസ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ക്ലോസുകളിലാണ് അദ്ദേഹം ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം, മറ്റ് അതിഥികളിലേക്കും എത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ വേണുഗോപാൽ, ഇവിടെ അമേരിക്കയുടെ മുന്നിൽ മുഖം രക്ഷിക്കാൻ ഇന്ത്യക്ക് കിട്ടിയ അവസരം എന്ന നിലയിലാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ പേർ നോക്കിക്കാണ്ടത്. നമുക്കറിയാം, ഇന്ത്യൻ പ്രതിനിധി സംഘം അവിടെ വെയിറ്റ് ചെയ്ത് ഒരു കാരണവശാലും ഡീലാകില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് അവർ അവിടെ നിന്ന് മടങ്ങുന്നത്. അതിനുശേഷം അമേരിക്ക ജപ്പാനുമായി കരാർ ഒപ്പിടുകയും ചെയ്തു. സമാനമായ നിലയിൽ സാധ്യമാകുമോ എന്ന പ്രതീക്ഷ ഇന്ത്യ കൈവെക്കുന്നുമുണ്ട്. ആ ഘട്ടത്തിൽ ഇപ്പോൾ UK-യുമായി ഈ രീതിയിലൊരു സിഗ്നിഫിക്കൻറ്റ് കരാർ ഏർപ്പെടാൻ ഇന്ത്യയെ സംബന്ധിച്ച് കഴിയുന്നു എന്നത് ഒരു സമ്മർദ്ദ തന്ത്രമാക്കി അമേരിക്കയുമായുള്ള കരാർ സാധ്യമാക്കുന്നതിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുമോ ഇന്ത്യക്ക്? അമേരിക്കയുമായിട്ടുള്ള കരാർ നമുക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇവിടെ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാർ. അതിനൊരു ഇൻസ്പിറേഷനാണ് ഈ ബ്രിട്ടനുമായിട്ടുള്ള കരാർ. ഇപ്പോൾ ഈ കരാറിൽ പൂർണ്ണമായും ഒരു സേഫായിട്ടുള്ള കരാറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ബിഗിനിങ് ആണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഒരു ഓപ്പൺ ട്രേഡിന് UK സന്നദ്ധമായി എന്നുള്ളതാണ്. അത് നമ്മൾ അവരെ സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം ഇന്ത്യ പ്രധാനമായിട്ടും അത്തരത്തിലുള്ള ഒരു ഓപ്പൺ ട്രേഡിന് നമ്മുടെ ഈ സാർക്ക് രാജ്യങ്ങളും അതുപോലെ തന്നെ സിംഗപ്പൂർ, ജപ്പാൻ, പിന്നെ തായ്ലൻഡ്, ഇതുപോലത്തെ രാഷ്ട്രങ്ങളെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ആ രീതിയിൽ നമുക്ക് ഒരു ഫ്രീ ട്രേഡിനുള്ള ഒരവസരം നമുക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത്. മറ്റു പലയിടത്തും അത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. പക്ഷേ UK അതിന് സന്നദ്ധമായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഓപ്പണിംഗ് തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ ഒറ്റയടിക്ക് ഒരു കരാറുണ്ടാക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പ്രശ്നങ്ങളില്ലെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെ ട്രയൽ ആൻഡ് എററിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു വർഷത്തെ ഒരു കരാർ ഒപ്പിടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു 100 ഭവിഷ്യത്തുകൾ നമ്മൾ പറഞ്ഞിട്ട് അത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും രണ്ട് രാഷ്ട്രങ്ങളിലും ഇതിന് കുറേ ഗുണങ്ങളുമുണ്ട്, കുറേ ദോഷങ്ങളുമുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഒരു ട്രേഡിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്, ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരു പരീക്ഷണശാലയും കൂടെയാണ് UK എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഒരുപാട് ഓപ്പണിംഗ് ഉണ്ടാക്കാൻ കഴിയുന്ന ചില മേഖലകൾ അവിടെയുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരുപാട് ഭയക്കേണ്ട കാര്യമില്ല നമ്മുടെ ഈ ഇവിടുത്തെ ലേബർ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. കാരണം നമ്മൾ ഇപ്പോൾ അവിടെ ഇൻ്റർനാഷണൽ ട്രേഡ് നടത്തുന്ന പല സ്ഥാപനങ്ങളും അത്തരത്തിൽ മികച്ചത് തന്നെയാണ്. നമ്മൾ കിറ്റക്സിൻ്റെ കാര്യം എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രികളുടെ കാര്യം എടുക്കാം. അതൊക്കെ ഏതാണ്ട് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് അവരുടെ ഫാക്ടറികളും അവിടുത്തെ തൊഴിൽ സൗകര്യങ്ങളും ഒക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകില്ല. പക്ഷേ മറ്റ് പല ലെതർ ഗുഡ്സിൻ്റെ ഐറ്റംസ് ആ തരം മേഖലകളിൽ, അതുപോലെ കാർഷിക മേഖലയിലെ ചില കാര്യങ്ങളിൽ, ഇതിലൊക്കെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളിൽ, ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ കാര്യങ്ങളിൽ, ഇതിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ ചിലപ്പോൾ മികവ് കാട്ടേണ്ടി വരും. അവിടുത്തെ റൂൾസ് അനുസരിച്ച് നമ്മൾ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സംഭരണത്തിലും അതിൻ്റെ സംസ്കരണത്തിലും ഒക്കെ തന്നെ നമുക്ക് കുറേ കൂടെ മികവ് വരുത്തേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷെ ഇത് നമ്മളൊരു വിൻഡോ ആയിട്ട് ഇതിനെ കാണേണ്ടതുള്ളൂ. തീർച്ചയായിട്ടും ഇത് നമുക്ക് ഭാവിയിൽ ഗുണകരമായിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ USA-ക്ക് നമ്മളോട് ഒരു വിധേയത്വം ഉണ്ടാകാനുള്ളൊരു കാരണവും കൂടിയായിട്ട് മാറും. USA ഇന്ന് നടത്തുന്ന കടുംപിടുത്തത്തിൽ നിന്ന് അവർക്ക് പുറകോട്ട് പോകേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് മറ്റ് പല ട്രേഡ് ഓപ്പണിങ്ങും അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മുടെ ലേബർ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഈ ടെമ്പററി ലേബേഴ്സിന് കുറേ പ്രശ്നങ്ങളുണ്ടാകും.
അവിടെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ സെക്യൂരിറ്റി കിട്ടാത്ത ചില സന്ദർഭങ്ങൾ വന്നുകൂടായില്ല. പക്ഷേ അത് എനിക്ക് തോന്നുന്നു അവിടുത്തെ ലേബർ ലോസിലും ഒക്കെ ഉള്ള ചില പഴുതുകൾ ഉപയോഗിച്ച് അവർക്ക് ചില സംരക്ഷണം കിട്ടിയേക്കാം. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പിന്നെ ഇപ്പോൾ നല്ല ഇൻഷുറൻസ് ഇന്ത്യയിലുണ്ടെങ്കിൽ അവർക്ക് 5 മണിക്കൂർ കൊണ്ട് ഇവിടെ വന്ന് ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അത് ആ ഓപ്പണിംഗ് അവർ ഉപയോഗിക്കും. ടെമ്പററി ആയിട്ടുള്ള സ്റ്റാഫ് പിന്നെ ലേബേഴ്സ് അങ്ങനെയാണല്ലോ ചെയ്യാൻ പറ്റുക. അവിടെ പെർമനൻ്റ് ആയിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ചികിത്സ വന്നു, ഒരു വലിയ അസുഖം വന്നു, ക്യാൻസർ പോലത്തെ ഒരു അസുഖം വന്നു, അപ്പോൾ അവിടെ ചികിത്സിക്കാൻ പോയാൽ അയാൾ വിട്ടുപോകും, അയാൾക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം വരും. അപ്പോൾ അയാൾ ഇന്ത്യയിലേക്ക് മടങ്ങുക, ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, പിന്നെ ഇവിടുത്തെ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുക, ഇതൊക്കെ അത് നടക്കുള്ളൂ. അങ്ങനെ ഒരുപാട് പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണേണ്ടതുണ്ട്. അല്ലാതെ ഒറ്റയടിക്ക് നമുക്കിപ്പോൾ ഒരു ഡീൽ നടത്തുമ്പോൾ അതിനകത്ത് പ്രശ്നങ്ങൾ നമ്മൾ അങ്ങനെ ഇഴമാറി ചിന്തിച്ചുകൊണ്ട് നമുക്കതിൽ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും UK നമുക്കൊരു ഓപ്പണിംഗ് തന്നെയാണ്. UK ഇന്ന് വരെ കാണിക്കാത്ത ഒരു തുറന്ന മുഖം നമ്മളോട് കാണിച്ചത് ഒരുപക്ഷെ യൂറോപ്പിന് മൊത്തത്തിൽ ചിന്തിക്കാനുള്ള ഒരു ഇതാണ്. നമ്മൾ ആ ട്രേഡ് ഒരു വിധത്തിൽ ശക്തമായി കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്ത്യക്കും പിന്നെ ബ്രിട്ടനും അതിൻ്റെ ഒരു ബാധ്യതയുണ്ട്. രണ്ട് കൂട്ടരും നമ്മുടെ രണ്ടുപേരുടെയും എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഇത് പ്രധാനപ്പെട്ട ഘടകമാണെന്ന് കരുതി ഒരു ട്രയൽ ആൻഡ് എററിലൂടെ ഇത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് പരിഹരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെ ലൂപ്ഹോളുകളുണ്ടോ അതെല്ലാം അടച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ രണ്ട് രാഷ്ട്രങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് ഗുണകരമായിട്ട് വരും. എക്കണോമിക്കലി രണ്ടുപേർക്കും പ്രധാനപ്പെട്ടതും രണ്ടുപേർക്കും അത്യാവശ്യവുമായ ഡീൽ ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഇടപെടൽ ഭാവിയിലും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ തന്നെ കോട്ടയൊക്കെ നിശ്ചയിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് ഇഷ്യൂസ് ഒക്കെ പരിഹരിക്കാനുള്ള ശ്രമം തന്നെ ഈ കരാറിന്റെ തന്നെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യം കൂടി നമ്മൾ പരിശോധിക്കണം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. നിർമ്മൽ എബ്രഹാമിലേക്ക് പോയാൽ, ശ്രീ നിർമ്മൽ, ഇന്ത്യ നോക്കൂ, കഴിഞ്ഞ കുറേ നാളായി വ്യാപാരവുമായി ബന്ധപ്പെട്ട് പല സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന രാഷ്ട്രങ്ങളുമായി ഇടപെടൽ ഇന്ത്യ ശക്തിപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയുടെ ഭാഗമാണ് ഇപ്പോൾ UK-യുമായി സാധ്യമായിട്ടുള്ള ഈ സിഗ്നിഫിക്കൻറ്റ് കരാർ എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം ഓസ്ട്രേലിയയുമായി ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടതാണ്, UAE-യുമായി എഗ്രിമെൻ്റ് ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ UK-യുമായി ഇങ്ങനെ ഒരു കരാർ വരുമ്പോൾ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ച്, വ്യാപാര രംഗത്തെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സിഗ്നലായി നമ്മൾക്കിതിനെ കാണാൻ കഴിയുമോ? കൂടുതൽ രാഷ്ട്രങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഏർപ്പെടുന്നു. നമുക്കറിയാം ട്രംപ് രണ്ടാം വരവ് വന്നതിന് ശേഷം എടുക്കുന്ന നിലപാടുകൾ, നടപടികൾ, അതൊക്കെ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതറിയാം. അപ്പോൾ ഒരു ബദൽ നമുക്കുണ്ട് എന്ന ഒരു മെസ്സേജ് കൂടിയായി ഇത് മാറുകയല്ലേ? തീർച്ചയായിട്ടും അതെ. കാരണം ട്രംപിന്റെ നമ്മൾ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെ ട്രംപിന്റെ ടാരിഫ് ശാപം ഇന്ത്യക്കും മറ്റ് രാജ്യങ്ങൾക്കും ആക്ച്വലി ഉപകാരമായി. കാരണം ഇത്രയും നാളായിരുന്നു ബോറിസ് ജോൺസൺ 2021 മറ്റോ തുടങ്ങിയ നെഗോഷിയേഷനാണ്. പെട്ടെന്ന് കീർ സ്റ്റാമർ ഇതിലോട്ട് കയറി പിടിക്കാനും ഇന്ത്യയുമായിട്ട് അഗ്രിമെന്റ് വെക്കാനും കാരണം ട്രംപ് തന്നെയാണ്. സോ തീർച്ചയായിട്ടും കളക്റ്റീവ്ലി നോക്കുമ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഓസ്ട്രേലിയയുമായിട്ടും UAE-യുമായിട്ടും ഇപ്പൊ അതേ UK-യുമായിട്ടും ഒക്കെ നമ്മൾ കളക്റ്റീവ്ലി നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഗുണകരമാണ്. അതിലേക്കൊരു വലിയ ചവിട്ടുപടിയാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് യൂറോപ്യൻ യൂണിയൻ. കാരണം അത്രയും രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു യൂണിയൻ ആയതുകൊണ്ട് വലിയൊരു ചവിട്ടുപടിയായിരിക്കും. ഇനി ഇതിപ്പോ സെറമോണിയൽ സൈനിങ് ആണ്. നമ്മൾ ഇപ്പോഴും ഇതിനെ ആഘോഷിക്കുമ്പോൾ പോലും ഞാനത് നടക്കില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഇപ്പം ഉദാഹരണമായിട്ട് കറക്റ്റ് ഒരു ഉപമ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കല്യാണം ഉറപ്പിച്ചു എന്ന് പറയുന്നതുകൊണ്ട് കല്യാണം നടന്നു എന്ന് പറയാൻ പറ്റില്ല. കല്യാണം ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കമ്മിറ്റ്മെന്റാണ്. അതിൽ പിന്മാറുക എന്ന് പറഞ്ഞാൽ വലിയൊരു നാണക്കേടാണ്, അല്ലെങ്കിൽ വലിയൊരു ചതിയാണ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു അഗ്രിമെന്റിൽ ഇപ്പൊ എത്തിയിട്ടുള്ളൂ. ഇന്നലെ നടന്നത്, അതായത് ജൂലൈ 24 നടന്ന ഒരു സെറമോണിയൽ സൈനിങ് മാത്രമാണ്. അത് കഴിഞ്ഞ് ഇനി ഇപ്പൊ ഒരു ലീഗൽ റിവ്യൂ ഉണ്ട്. ശ്രീ ബൈജു തിരുട പറഞ്ഞ പോലെ ലീഗൽ റിവ്യൂ ഉണ്ട്. പാർലമെന്റിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ഇത് പാസ്സാക്കണം. അതിനിടയിൽ വേറെ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിയോ പ്രശ്നങ്ങളോ നടക്കുവോ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ 3 വർഷത്തിനിടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ 3 പ്രൈം മിനിസ്റ്റേഴ്സാണ് മാറി, ആഴ്ചകൾക്കുള്ളിൽ മാറിയ സിറ്റുവേഷൻ നമ്മൾ കണ്ടാണ്. അതുപോലെ ഒരു ഇൻസ്റ്റെബിലിറ്റി തൽക്കാലം ലേബർ പാർട്ടിയിൽ ഇല്ലെങ്കിലും അങ്ങനെയൊക്കെ നടന്ന ഇതിങ്ങനെ നീണ്ടു പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇത് നടന്നു എന്ന് നമുക്ക് പൂർണ്ണമായി കരുതാൻ വയ്യ. ലീഗൽ റിവ്യൂവിനിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡിസ്കഷൻ ഉണ്ടാവും. പാർലമെന്റിൽ ശക്തമായിട്ട് ഓപ്പോസിഷൻ പാർട്ടി സംസാരിക്കും. ഇപ്പൊ നേരത്തെ ശ്രീ ബൈജുത്തിലുള്ള സൂചിപ്പിച്ചു നാഷണൽ ഇൻഷുറൻസിന്റെ കേസ്. ഇപ്പൊ ഇവിടെ നിന്നുള്ള അങ്ങോട്ട് ജോലി ചെയ്യുന്ന സ്കിൽഡ് ഇമിഗ്രൻസ് ആരും തന്നെ, അതായത് ഇന്ത്യൻ കമ്പനീസ് UK-യിലേക്ക് അയക്കുന്ന ആരും തന്നെ നാഷണൽ ഇൻഷുറൻസ് അടയ്ക്കണ്ട എന്ന് പറയുമ്പോൾ അതിനെ ചൊല്ലി ഓപ്പോസിഷൻ പാർട്ടി, ഇപ്പം കൺസർവേറ്റീവ് പാർട്ടി ആയിക്കോട്ടെ, നൈജൽ ഫറാജ് ആയിക്കോട്ടെ, രാവിലെ മുതൽ അദ്ദേഹം
ചർച്ചകളിലിരുന്ന് തീ തുപ്പുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അങ്ങനെ സാധിക്കുന്നത്? ഇവിടെയുള്ള ഈ നാഷണൽ ഇൻഷുറൻസ് കൊണ്ടല്ലേ ഗവൺമെന്റ്, ജനങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടല്ലേ ഗവൺമെന്റ് ഇവിടെ പെൻഷൻ കൊടുക്കുന്നത്, ഹെൽത്ത് കെയർ ഫണ്ട് ചെയ്യുന്നത്, മെഡിക്കൽ ലീവും സിക്ക് ലീവും മെറ്റേണിറ്റി ലീവും ഫണ്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പം വന്നു പോകുന്നവരുടെ അടുത്ത് മേടിക്കേണ്ട എന്ന് പറയുന്നത് ശരിയാണോ? പിന്നെ പ്രപ്പോർഷണൽ അല്ല. അതായത് ഇന്ത്യയിൽ യു കെയിൽ വന്ന് വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാർ ഒരുപാടുണ്ട്, ലക്ഷക്കണക്കിനുണ്ട്. പക്ഷെ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യുന്ന യു കെക്കാർക്കും ഈ ബെനിഫിറ്റ് കിട്ടുമെന്ന് ഗവൺമെന്റ് വാദിക്കുമ്പോൾ എത്ര യു കെക്കാരെ ഇന്ത്യ വർക്ക് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൺസർവേറ്റീവ് പാർട്ടിയും ഒപ്പോസിഷൻ പ്രത്യേകിച്ച് പാർലമെന്റിൽ ശക്തമായ എതിർപ്പ് ഉന്നയിക്കാനുള്ള സാധ്യതകളുണ്ട്. സോ നടന്നു എന്ന് വേണം 90% കരുതാൻ. എന്നാൽ നടക്കാതിരിക്കാനോ ഡിലേ ആയി പോകാനോ ഉള്ള പോസിബിലിറ്റികളും ഉണ്ട്. ഇനി പോസിറ്റീവ്സും നെഗറ്റീവ്സും അളക്കുന്ന കേസിലും ഈ പറഞ്ഞ പോലെ ചില നെഗറ്റീവ്സും ചില പോസിറ്റീവ്സും എനിക്ക് മുമ്പ് സംസാരിച്ച പാനലിസ്റ്റ് പറഞ്ഞ പോലെ ഉണ്ട്. ഒരു കൂട്ടർ വാദിക്കുന്നത് ഇതിന്റെ അകത്ത് ഇപ്പൊ ഇന്ത്യക്ക് വരുന്ന ഗുണം, ഇപ്പം യു കെ എന്നുള്ള ഐറ്റംസിന് ഭയങ്കരമായിട്ട് ടാക്സ് കുറച്ചു എന്ന് പറയും. ഏത് ഐറ്റത്തിനാണ് കുറച്ചെന്ന് അവർ എണ്ണി ചോദിക്കുമ്പോൾ ഏറ്റവും കൃത്യമായ ഉദാഹരണങ്ങൾ നമ്മൾ ന്യൂസിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്ന് വിസ്കിയാണ്. നമ്മളിപ്പോ പറഞ്ഞ ഷിവാസ് റീഗലും ജോണി വാക്കറും വാലന്റീൻസും പോലുള്ള മദ്യമൊന്നും ഇവിടെ സാധാരണക്കാരൻ കഴിക്കുന്നില്ല. അത് കുറഞ്ഞതുകൊണ്ട് ആർക്കും ഇവിടെ വിഷമം ഉണ്ടാകുന്നില്ല. സാധാരണക്കാരന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലെ മിനി കൂപ്പറോ റേഞ്ച് റോവറോ ലാൻഡ് റോവറിനോ വില കുറച്ചുകൊണ്ട് വേദനിക്കുന്ന കോടീശ്വരന്മാർക്ക് ഒരു ആശ്വാസമാണെന്നല്ലാതെ സാധാരണക്കാരനല്ല എന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. പക്ഷെ ഇതിന്റെ അത് റിയലിസ്റ്റിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി വൈസ് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള പ്രശ്നം എന്താ? ഇപ്പൊ USA എന്നോ അല്ല UK എന്നോ വരുന്ന പ്രോഡക്ട്സ് നമ്മളെല്ലാം പറയുന്ന കാര്യമാണ്. ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ നിർമ്മൽ, ഇതിൽ MSME സെക്ടറുകൾക്ക് വരെ ഗുണമുണ്ടാകും എന്നതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. കാരണം അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ മാത്രവുമല്ല, നമ്മുടെ മത്സ്യബന്ധന മേഖലകളിൽ പോലും ഉണർവുണ്ടാക്കാൻ കഴിയും. കാരണം ആ മത്സ്യസമ്പത്ത് അവിടെ താരിഫ് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കയറ്റുമതി സാധ്യമാകുമെന്ന സാഹചര്യം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സൈഡിൽ നിന്നുള്ളതല്ല, അവരുടെ സൈഡിൽ നിന്നുള്ള എതിർപ്പാണ് ഞാൻ പറഞ്ഞത്. അവിടുത്തെ പാർലമെന്റിൽ അവർ ഉന്നയിച്ചേക്കാവുന്ന കാര്യങ്ങൾ. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇൻഡസ്ട്രി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്, കാരണം നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ലോ കോസ്റ്റിൽ നിർമ്മിച്ചെടുക്കുന്ന ഒരുപാട് ഐറ്റംസ് ഇപ്പം ഹെൽത്ത് കെയർ സെക്ടറിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എക്സ്റേ മെഷീൻസ് ആയിക്കോട്ടെ, ഡയഗ്നോസ്റ്റിക് ടൂൾസ് ആയിക്കോട്ടെ, ശരിക്കും ഒരുവിധം നല്ല ക്വാളിറ്റിയിൽ കുറഞ്ഞ വിലയിൽ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഒരു ബൂസ്റ്റാണ്. കാരണം ടാരിഫാണ് നമുക്കൊരു തടസ്സം. അതാണ് നമ്മുടെ വില കൂട്ടുന്ന ഒരു കാര്യം. അതില്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ റീസണബിളി നല്ല ക്വാളിറ്റിയുള്ള ഇന്ത്യൻ ഐറ്റംസ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മാർക്കറ്റ് പിടിക്കാൻ സാധിച്ചാൽ വലിയ കാര്യമാണ്. തിരിച്ചും നമുക്ക് ചിന്തിക്കാം. ഇപ്പൊ UK എന്നുള്ള ഐറ്റംസ് ഇവിടെ എത്തുമ്പോഴത്തേക്കും കാറും വിസ്കിയും മാത്രമല്ല, തീർച്ചയായിട്ടും മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ പലപ്പോഴും ചെറിയ കാര്യത്തിൽ ഇപ്പൊ ചോക്ലേറ്റിന്റെ കാര്യത്തിൽ പോലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് UK എന്നുള്ളതല്ല US എന്നുള്ളതിന് ക്വാളിറ്റി ഡിഫറെന്റ് ആകട്ടോ എന്ന് പറയുന്ന പോലെ തന്നെ അവിടുന്ന് വരുന്ന പ്രോഡക്ട്സിന് ഹൈ ക്വാളിറ്റി ഉണ്ട്. പക്ഷെ നമുക്കുണ്ടാകുന്ന തടസ്സം എന്താ? ഹൈ ക്വാളിറ്റി ഗുഡ്സിന് ലോ പ്രൈസിൽ കിട്ടാൻ അവൈലബിൾ അല്ലായിരുന്നു. ഹൈ ക്വാളിറ്റി ഗുഡ്സിന് ഹൈ പ്രൈസ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് അഫോർഡബിൾ ആയിരുന്നില്ല. നമ്മൾ ഇനി ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയാണ്. അപ്പൊ ഇൻഡസ്ട്രിക്ക് ഇനി മുതൽ ഇപ്പം മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെഷീനറി ആയിക്കോട്ടെ, ഇലക്ട്രോണിക് ഐറ്റംസ് ആയിക്കോട്ടെ, UK നിന്ന് ഹൈ ക്വാളിറ്റി ഐറ്റംസ് റീസണബിൾ ആയിട്ട് പ്രൈസിൽ കിട്ടുമ്പോൾ അതും നമുക്ക് ക്വാളിറ്റി വൈസ് ഗുണകരമാണ്. ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കർഷകർക്കായിക്കോട്ടെ, MSMEകൾക്കായിക്കോട്ടെ, താങ്കൾ കൃത്യമായിട്ട് സൂചിപ്പിച്ച പോലെ MSMEകൾക്കായിക്കോട്ടെ അങ്ങോട്ട് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഒരുവിധം തളർന്നു കിടക്കുന്ന MSME സെക്ടറിന് ഒരു ഉണർവുമാകും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ഉണർവേ ഉള്ളൂ. കാരണം UK നമ്മുടെ ടോട്ടൽ എക്സ്പോർട്സിന്റെ വെറും 2% താഴെയാണ്. ശരി, ശ്രീ AM ഷിനാസ്, ഇവിടെ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. അത് ഇന്ത്യയോട് മാത്രമല്ല, ചൈനയോട്, മറ്റ് രാഷ്ട്രങ്ങളോടൊക്കെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമായിരുന്നു. അതിൽ തീരുമാനങ്ങൾ വൈകുന്നു. മാത്രവുമല്ല, കരാർ ഉണ്ടാക്കാൻ നമ്മൾ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തിയിട്ടും അതിലേക്ക് തീരുമാനത്തിലേക്ക് വരാതെ പോകുന്നു. അപ്പോൾ പകരം മാർഗങ്ങൾ കണ്ടെത്താൻ ഓരോ രാഷ്ട്രങ്ങളും നിർബന്ധിതമാകുന്ന സാഹചര്യം. ഇത് ഒരു കുത്തക, വ്യാപാര രംഗത്തെ അമേരിക്കൻ കുത്തക അവസാനിപ്പിക്കുന്നതിൻ്റെ ഒരു തുടക്കമായി കൂടി നമുക്ക് കാണാൻ കഴിയുമോ? കാരണം എല്ലാ രാഷ്ട്രങ്ങളും പകരം സംവിധാനങ്ങൾ മറ്റ് കൂട്ടുകെട്ടുകളിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യത്തിന് നിർബന്ധിതമായി അമേരിക്കയുടെ കടുംപിടുത്തം, ട്രംപിന്റെ വാശി, അപ്പോൾ അതൊരു പുതിയ സിഗ്നൽ കൂടിയാണോ നൽകുന്നത്? ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ അവനവന്റെ കാര്യങ്ങൾ ഓരോ രാജ്യവും ആ രാജ്യത്തിന് ഗുണകരമായ കരാറുകളിൽ ഏർപ്പെടാൻ തുടങ്ങിയിരുന്നു. ട്രംപിന്റെ ഈ വ്യാപാര യുദ്ധം അതിനെ കൂടുതൽ തീക്ഷ്ണമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോ ട്രംപ് ഏറ്റവും ഒടുവിൽ ഇന്ത്യക്കെതിരെ, ബ്രസീലിനെതിരെ, ചൈനക്കെതിരെ പ്രഖ്യാപിച്ച ഒരു ഭീഷണി എന്താണ്? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു. റഷ്യയിൽ നിന്ന് 80-90% എണ്ണ വാങ്ങുന്ന രാഷ്ട്രങ്ങൾ റഷ്യയും ബ്രസീലും ഇന്ത്യയുമാണ്. ചൈനയും ബ്രസീലും ഇന്ത്യയുമാണ്.
അങ്ങനെ എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് യുക്രൈനിൽ യുദ്ധം റഷ്യക്ക് തുടരാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ 500% തീരുവ ചുമത്തും. അതാണ് ഭീഷണി. അപ്പൊ ഇന്ത്യ എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്ക് ഇന്ത്യ അന്ന് യുക്രൈൻ യുദ്ധം തുടങ്ങി തന്നെ ജയശങ്കർ വളരെ കൃത്യമായ മറുപടി കൊടുത്തിരുന്നു. ഇപ്പോൾ പെട്രോളിയം മന്ത്രി മറുപടി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ എണ്ണ തരുന്ന രാഷ്ട്രങ്ങളുമായി ഞങ്ങൾ വ്യാപാരത്തിൽ ഏർപ്പെടും, അത് ആർക്കും മുടക്കാൻ പറ്റില്ല, ട്രംപിനെ വകവെക്കില്ല എന്നാണ് ബ്രസീലും ഇന്ത്യ കുറച്ചുകൂടി രൂക്ഷമായും പറഞ്ഞത്. അപ്പൊ ട്രംപ് ആദ്യം പറയും 500% തീരുവ, പിന്നെ ഒരു കച്ചവടക്കാരൻ ബാർഗെയിൻ ചെയ്യുന്ന മാതിരി അത് 200, പിന്നെ 100, പിന്നെ 50, പിന്നെ 30 അങ്ങോട്ട് സൈൻ ചെയ്യാണ്. ഇപ്പൊ ഇതുവരെയുള്ള എല്ലാ ഭീഷണികളും എടുത്താൽ പല രാജ്യങ്ങളും ആദ്യം 300, പിന്നെ 200, പിന്നെ 100, പിന്നെ 50 ഒക്കെ ആയിട്ട് കുറച്ച് കൊണ്ടുവന്ന് ആ രീതിയിലുള്ളൊരു ഒരു സംഭവമാണ് നടക്കുന്നത്. അപ്പോൾ ലോക ഭൗമ സാമ്പത്തിക രാഷ്ട്രീയത്തിൽ ഇപ്പം നടക്കുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മൾട്ടിലാറ്ററലിസം, എന്നുവെച്ചാൽ പോസ്റ്റ് ഐഡിയോളജിക്കൽ വേൾഡ് ആണ് പൊതുവെ. അപ്പൊ ഐഡിയോളജി ഓറിയന്റഡ് ആയിട്ടുള്ള യാതൊരു സമീപനവും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു രാജ്യം എടുക്കുന്നില്ല. അവനവന്റെ താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിക്കപ്പെടുന്ന കരാറുകൾ, ഗുണദോഷ വിചിന്തനങ്ങളൊക്കെ നടത്തി ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ കൂട്ടിക്കിഴിച്ച് ഏതാണ്ടൊക്കെ കൂടുതൽ ഏതാണ്ടൊക്കെ സൗകര്യപ്രദമായ കരാറുകൾ ഒത്തുവരുമ്പോൾ ഒപ്പുവെക്കുന്നത് ഇന്ത്യ മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ആ ഒരു മാർഗത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ ഒരു അമേരിക്കൻ കുത്തക എന്നുള്ള ആ ഒരു വീരവാദം ഈ ലോകരാജ്യങ്ങൾ, ട്രംപിന്റെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യരാഷ്ട്രങ്ങൾ പോലും, ബ്രിട്ടൻ ആവട്ടെ, യൂറോപ്യൻ യൂണിയൻ ആവട്ടെ, അമേരിക്കയുടെ മറ്റ് സഖ്യരാഷ്ട്രങ്ങൾ പോലും ഈ രീതിയിലുള്ള താൻ പറഞ്ഞ വഴിയെ നടക്കൂ എന്ന് ട്രംപ് പറഞ്ഞാൽ അങ്ങനെ നടക്കാൻ അവർ പോലും സന്നദ്ധരല്ലാത്ത സ്ഥിതിക്ക് കുറച്ചുകൂടി സ്വയംഭരണാവകാശമുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയെ പോലുള്ള, ചൈനയെ പോലുള്ള, ബ്രസീലിനെ പോലുള്ള അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്തിലെ രാഷ്ട്രങ്ങളൊക്കെ ഈ അമേരിക്കൻ തീട്ടൂരങ്ങൾക്ക് വശംവദരാവില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതുകൊണ്ട് കൂടുതൽ ഓരോരോ രാജ്യത്തിനും കൂടുതൽ താല്പര്യപ്രദമായ അതിൽ ഗുണദോഷങ്ങളൊക്കെ കൂട്ടിക്കിഴിച്ച് സാമാന്യം നല്ല കരാറിൽ ഐഡിയോളജിയോ അല്ലെങ്കിൽ അമേരിക്കൻ സഖ്യകക്ഷി അല്ലാത്തതോ എന്നൊന്നും നോക്കാതെ ഒപ്പുവെക്കുന്ന ഒരു കാലത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. ആ കുതിപ്പ് തീക്ഷ്ണമാക്കാൻ മാത്രമേ ട്രംപിന്റെ ഇത്തരം വരട്ട് സാമ്പത്തിക വാദങ്ങൾ, താരിഫ് യുദ്ധങ്ങൾ വഴിതെളിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വഴിയിലേക്കാണ് ഇപ്പോൾ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ട്രംപിന് തന്നെ ഒരു സന്ദേശമാണ് കരാർ. കാരണം നോക്കൂ, ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യ മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളും ബ്രിട്ടനുമായും യൂറോപ്യൻ യൂണിയനുമായും മറ്റ് രാജ്യങ്ങളുമായും ഒക്കെ ഇത്തരം കരാറുകളിൽ ഏർപ്പെടും. അമേരിക്ക തെളിക്കുന്ന വഴിക്ക്, വ്യാപാര വഴിക്ക് അല്ലെങ്കിൽ കച്ചവട പാതയിലൂടെ ലോകത്തിലെ മിക്ക രാജ്യങ്ങളും പോവില്ല. ഗ്ലോബൽ സൗത്ത് അത് പണ്ടേ പോവില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ആ രീതിയിലൊന്നുമുള്ള ഒരു മർക്കട മുഷ്ടി ഇനി ഉണ്ടാവില്ല. തീർച്ചയായും അങ്ങനെ ഒരു വലിയ സന്ദേശം കൂടിയാണ് ഇന്നത്തെ ഈ കരാറിലൂടെ നൽകുന്നത്. ശ്രീ ബൈജു തിട്ടാല, നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ കരാർ അതിൻ്റെ പ്രാവർത്തികമാക്കാനുള്ള സാഹചര്യം എത്രമാത്രം എന്നതാണ് ഉയരുന്ന സാഹചര്യം. നേരത്തെ നിർമ്മൽ സൂചിപ്പിച്ചതുപോലെ നമുക്കിത് പോസിറ്റീവായി തന്നെ ഈ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാമോ? രേണുക, ഞാൻ ഇതിനെ കാണുന്നത്, നിർമ്മൽ പറഞ്ഞത് ഞാൻ എൻഡോഴ്സ് ചെയ്യാണ്. ഇതിൻ്റെ അകത്ത് ഇന്റേണൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ പല പൊളിറ്റീഷ്യന്റെ വായിൽ നിന്ന് ഞാൻ ഇതിനോടകം കേട്ട് തുടങ്ങിക്കഴിഞ്ഞു. ഈ 3 വർഷം വരുന്ന ആളുകൾ നാഷണൽ ഇൻഷുറൻസ് കൊടുക്കാതെ എങ്ങനെയാണ് കെയർ കൊടുക്കാൻ പറ്റുക? ഇപ്പോൾ വേണുഗോപാൽ പറഞ്ഞത് നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ മേലെ ഒരു ക്ലാസിക് എക്സാമ്പിൾ പറയാം. ഇവിടെ വരുന്ന ഒരാൾ പ്രഗ്നന്റ്, ഷി വാസ് ക്യാരിയിങ് അറ്റ് ദ ടൈം ഷി വാസ് അറൈവിംഗ്. റെഗുലറി ഹോസ്പിറ്റലിൽ പോകണം, എല്ലാ ആഴ്ചയും നാട്ടിൽ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കരാർ ഉണ്ടാകുമ്പോൾ ഇതിപ്പം ട്രയൽ ആൻഡ് എറർ ആണ്, അങ്ങനെ ട്രൈ ആൻഡ് എറർ സിസ്റ്റം അതാണെങ്കിൽ പോലും ഒരു കോൺട്രാക്റ്റിൽ എത്തുമ്പോൾ ആ കോൺട്രാക്റ്റിനുള്ള ബേസിക് സ്റ്റഫ് ഉണ്ട്. ഇപ്പോൾ ഒരു തൊഴിലാളി രാജ്യത്തേക്ക് ജോലി ചെയ്യാൻ വരുമ്പോൾ
അവന് കൊടുക്കേണ്ട ബേസിക്സ് പ്രൊട്ടക്ഷൻസ് ഉണ്ട്. ആ ബേസിക്സ് പ്രൊട്ടക്ഷൻ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ ഫോർ ദ എക്സിസ്റ്റൻസ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഇതിനകത്തുണ്ടല്ലോ, ഞാനിതിനെ കാണുന്നത് ഇതിന് ഏറ്റവും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഉള്ള ഒരു ഏറ്റവും വലിയ ഗുണകരമായ വസ്തുതയെ ഞാൻ കാണുന്നത്, ഈ വിഷയം ഈ ട്രേഡ് എഗ്രിമെന്റ് ഡിബേറ്റ് നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കരാറിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ പിന്നീടുണ്ടാകുന്ന മൈനോറിറ്റി പ്രോസിക്യൂഷൻ കൃത്യമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടും. ഇപ്പോൾ ഉദാഹരണമായിട്ട് മഹാരാഷ്ട്രയിലാണെന്ന് തോന്നുന്നു, ക്രിസ്ത്യൻ പ്രീസ്റ്റിനെയോ നണ്ണെയോ കൊന്നു കഴിഞ്ഞാൽ അടുത്ത റാൻസം കൊടുക്കുന്ന ഒരു ഓഫർ വന്നായിരുന്നല്ലോ. ഈ എഗ്രിമെന്റിന് ശേഷമാണ്, ഈ എഗ്രിമെന്റ് കഴിഞ്ഞാണെങ്കിൽ ഈ വിഷയം വളരെ ബ്രൂട്ടലായി ബ്രിട്ടീഷ് പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടും. അതായത് ഈ കരാർ മുഖാന്തരം തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുകയും ഇന്ത്യയിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ആ രാജ്യത്ത് മൈനോറിറ്റി പ്രോസിക്യൂഷനോ മൈനോറിറ്റി പ്രശ്നങ്ങളോ ഉണ്ടായാൽ ഈ വിഷയം മോഷനായി പാർലമെന്റിൽ വരും. പാർലമെന്റിൽ ഈ വിഷയം കൃത്യമായി ചർച്ച ചെയ്യപ്പെടും. അതുവഴി ഈ ഞാൻ കാണുന്നത് ആ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നമ്മുടെ സെക്യുലറിസ്റ്റ് സ്റ്റേറ്റ് അതിനല്പം കൂടെ ഊട്ടി ഉറപ്പിക്കപ്പെട്ട ഒരു പോസിറ്റീവ് പോയിന്റാണ് ഞാൻ കാണുന്നത്. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, സർവീസ് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് ആളുകൾ വന്നുകൊണ്ടിരുന്നത്. ആ സർവീസ് സെക്ടർ കംപ്ലീറ്റ് കട്ട് ഡൗൺ ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇപ്പം കുറച്ച് നിർമ്മലി പറഞ്ഞ പോലെ വിസ്കി കുടിക്കുന്ന ആളുകൾ, പിന്നെ പറയാം മ്യൂസീഷ്യൻ, എത്ര പേര് കോട്ടയത്ത് മ്യൂസീഷ്യൻസ് ഉണ്ട്? എൻ്റെ നാട്ടിൽ ഞാൻ വരുന്ന മ്യൂസീഷ്യൻസ് ഉണ്ട്, അല്ല എത്ര യോഗ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങോട്ട് വന്നിരുന്ന സർവീസ് സെക്ടറിൽ ഉണ്ടായിരുന്ന ആ തൊഴിലവസരങ്ങൾ കംപ്ലീറ്റ് കട്ട് ഡൗൺ ചെയ്തത്. ശരി, എന്റെ സമയം അവസാനിക്കുന്നത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. കരാറിലെ ചില തിരിച്ചടിയാകുന്ന പറഞ്ഞോളൂ. അതായത് ഈ സ്കോട്ടിഷ് സെക്രട്ടറി ഇയൻ മുറേ കഴിഞ്ഞ ദിവസം BBC-ക്ക് കൊടുത്ത റിപ്പോർട്ടാണ്. അതായത് ബ്രിട്ടനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരനെ ഒരു പഞ്ചാബി ഇന്ത്യയിലുണ്ട്. അദ്ദേഹത്തെ ഡിറ്റൻഷനിലാണ്, കല്യാണത്തിന് പോയതാണ്. അദ്ദേഹത്തെ the main agenda on the debate will be his return എന്നാണ് ഈ സ്കോട്ടിഷ് സെക്രട്ടറി പറഞ്ഞത്, ഇയൻ മോറി പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇവിടെ ഉണ്ടല്ലോ കുറേ ആളുകൾ, നമ്മുടെ നീരവ് മോദി, ലളിത് മോദി, വിജയ് മല്യ, ഇവരെ പോലുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവന്ന കാര്യത്തിൽ ചർച്ച വല്ലതും ആയോ എന്ന് ചോദിക്കാനാണ്. ശരി, എന്തായാലും ഇപ്പോ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷ ഇന്ത്യയെ സംബന്ധിച്ചുണ്ട്. അമേരിക്കയ്ക്കുള്ള മറുപടിയും ഇന്ത്യയുടെ പുതുവഴികൾ തേടലും കൂടിയാണ്. വലിയ പ്രതീക്ഷയുള്ള കരാറാണ്. അതേസമയം ചില പ്രശ്നങ്ങൾ ബൈജു പോലെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെ ഈ കരാർ യാഥാർത്ഥ്യമാകുന്നു എന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.